ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബാബു. സർ, ഇന്നെൻ്റെ പിറന്നാളാണ്. ഓ സാർ എന്നെ അനുഗ്രഹിക്കണം. ബാബു, ഇത് ഈ പുസ്തകം വെച്ചോളൂ. താങ്ക് യു സർ. ഈ പുസ്തകം നിനക്ക് വളരെ പ്രയോജനപ്പെടും ബാബു. ഇനിയും 25 വർഷത്തിനുള്ളിൽ, ദാറ്റ് ഈസ് 2009, ലോകം കമ്പ്യൂട്ടറിൽ കറങ്ങും മോനെ. പണ്ഡിതന്മാർ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാനിതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ബാബു. നീ ഈ പുസ്തകം വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എനി ടൈം. ഓക്കെ? ആ ആ അല്ല ബാബു, ഇതിൻ്റെ നക്ഷത്രം എന്താ? ചിത്തിര. അപ്പോൾ കന്നിരാശിയാണല്ലേ? അതെ സർ. ആ, ഞാൻ അമ്പലത്തിൽ പോയി അർച്ചന നടത്താം. കൃഷ്ണൻകുട്ടി, ഈ ഓമിനെ ഡിസ്പോസ് ചെയ്തിട്ട് മാരുതി 1000 എന്നൊരു മോഡൽ ഇറങ്ങിയിട്ടില്ലേ? വെരി ഗുഡ് മൈലേജ് ആൻഡ് പിക്കപ്പ്. ഗുഡ് മോർണിംഗ്. ഓ, അതാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. താങ്ക് യു. ഇന്ന് രാവിലെ അമ്മ ഫോൺ ചെയ്തായിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. അതാ വൈകിയത്. ഇത് പ്രൊഫസർ തന്നതാ, ബർത്ത്ഡേ ഗിഫ്റ്റ്. അതെ അതെ, പക്ഷേ ആരും അദ്ദേഹത്തെ മനസ്സിലാക്കുന്നില്ല. വേറെ ഒന്നുമില്ല, പതിവ് പോലെ ഫ്രണ്ട്സുമായിട്ട് പാർട്ടി, ഹോട്ടൽ, അങ്ങനെ. എന്ന് വെച്ചാ എന്ത് ചെയ്യാനാ? ഇതിനു മുൻപ് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ നേരിട്ട് വന്ന് ഞങ്ങളുടെ സ്കൂളിന് ഇത്രയും വലിയ തുക ഡൊണേഷനായി തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹേയ്, അതല്ല മദർ, നിങ്ങൾ എത്ര വലിയ സേവനമാണ് ചെയ്യുന്നത്. എനിക്ക് വെറും പണമല്ലേ തരാൻ പറ്റുന്നത്. ഗോഡ് ബ്ലെസ് യു. മെനി ഹാപ്പി റിട്ടേൺസ്. താങ്ക് യു. അർച്ചന എവിടെ? ക്ലാപ്പ് ചെയ്യുന്നതാ ഇവരിങ്ങനെ ചെയ്യാ. നിങ്ങളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാ. ഇത് നിങ്ങൾ കൊടുത്ത ഡൊണേഷന് വേണ്ടി. ഞാൻ എത്ര പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നു, പക്ഷേ ഈ പിറന്നാൾ എനിക്കൊരിക്കലും മറക്കാനാവില്ല. വീട്ടിലേക്ക് വാ മോനെ. ആ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇയാള് വരച്ചതാ? ചന്ദ്രൻ. ഓ, ചന്ദ്രൻ. ഈ നിലാവ് കാണുമ്പോൾ എൻ്റെ അമ്മ പണ്ട് പറഞ്ഞൊരു കഥ ഓർമ്മ വരുന്നു. കഥ, സ്റ്റോറി, കഥ. നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും ഒരുപാട് മിസ് ചെയ്യുമ്പോൾ അവരെ ഓർത്ത് നമ്മൾ ചന്ദ്രനെ നോക്കിയാൽ അവിടെ അവരുടെ മുഖം തെളിയുമെന്ന് പറയാറുണ്ട്. എനിക്കെൻ്റെ മുത്തശ്ശി ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശിയെ ഞാൻ മിസ് ചെയ്യുമ്പോഴെല്ലാം ചന്ദ്രനെ നോക്കാറുണ്ട്. അവിടെ ഞാൻ മുത്തശ്ശിയെ കാണുന്നുണ്ടെങ്കിൽ അതെൻ്റെ മുത്തശ്ശീനെ ആയിരിക്കും.
ഇയാളുടെ അമ്മ കഥകളൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ഇയാൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ആരെയും മിസ് ചെയ്യുന്നില്ലേ? സോപ്പ് ഇയാൾ ഉണ്ടാക്കിയതാ? വാവ്. എനിക്കോ ഗിഫ്റ്റ്? താങ്ക് യു. ആളെത്തിയോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോ ഫസ്റ്റ് ലെസൺ പഠിപ്പിക്കാൻ പോവാണ്. ഇത് കീബോർഡ് അല്ലേ? അതെ. കീബോർഡ് ഡൈനിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ? എന്റെ ചക്കരക്കുട്ടൻ എയർ റഹ്മാൻ ആയില്ലേ? നിക്ക്. ഞാൻ ആദ്യം പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഓരോന്നായി മോനെ എടുത്ത് തിന്നു. നോക്ക് മോനെ, കൈ ഇങ്ങനെ വെച്ചിട്ട് സി ഡി ഇ എഫ് ജി എ ബി സി. അയ്യോ, എന്തൊരു ബുദ്ധിയാടാ നിനക്ക്. സോറി, എനിക്കാ തെറ്റ് പറ്റിയത്. ഇതാ സാരി ഗ മ പ ധ നി സ. ഓക്കേ? ഒന്ന് ശരിയായിട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് തെറ്റായിട്ട് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോ ശരിയായിക്കളും. മോൻ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ്. ഞാനിപ്പോ വരാം കേട്ടോ. ഓ എടാ അവന, നിനക്കെന്ത് പറ്റി? വയലിനുള്ളിൽ സംഗീതമുണ്ട്, പക്ഷെ വയലിൻ സംഗീതമല്ല. നിന്നേക്കാൾ ഭേദാ തടിയന. അതല്ല വിജയ്, അർച്ചന ഇതുപോലല്ലേ? എന്താ വിജയ്? അല്ല, എന്റെ ചോദ്യം അർച്ചനയുടെ ചോദ്യം പോലെ കേൾക്കാതിരുന്ന മതിയായിരുന്നു ഞാൻ ഓർക്കുമായിരുന്നു. കറക്റ്റ്, ഞാനും അത് ആലോചിച്ചത്. അവളുടെ ലോകം എങ്ങനെയാണെന്ന് അറിയണം വിജയ്. അതിന് നീ ഒരു കാര്യം ചെയ്യ്. മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാത്തോണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഗാന്ധാരി കണ്ണ് കെട്ടിക്കൊണ്ട് കൂടെ പോയി. അതുപോലെ നീ ചെവി പൊത്തിക്കൊണ്ട്. ഐഡിയടാ. എടാ എന്താടാ നീ എങ്ങനെയായത്? വിജയ് പ്ലീസ് വിജയ്. കേട്ടോ, ഇപ്പൊ തന്നെ 2 റോള് പഞ്ഞിയാ ചെവിക്കകത്ത് കുത്തി കയറ്റിയത്. ഇതുപോലെ ഇനി സിമന്റ് ഇട്ടടക്കണം. കേൾക്കുന്നില്ല അല്ലേ? അതാണ്. ഓക്കെ. ഞാൻ പോകുന്നു വിജയ്. നിന്നോട് എനിക്ക് അഭിമാനം തോന്നടാ. അത് വേണ്ട, നീ ഇവിടെ ഇരുന്നാ മതി. ഇവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ, എന്ത് ചെയ്യാനാ?